ഫ്രണ്ട്സ്, ദിസ് ഇസ് നിഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് കൊല്ലങ്കോട്. അപ്പോൾ കൊല്ലങ്കോട് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള 10 ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കൊല്ലങ്കോട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള ഡ്രൈവ്. എന്താ പറയുക, ഭംഗി, ഇങ്ങനെ ഫുൾ പാടവും പച്ചപ്പും അങ്ങനെ ഒരു ഡ്രൈവായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് അവിടെ ടൗണിൽ നിന്ന് നമ്മൾ ഈ ഗ്രാമത്തിലോട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കറുപ്പുസ്വാമി ക്ഷേത്രം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കറുപ്പുസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇപ്പം നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ വന്നത്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ നല്ല വെയിലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ഇവിടെ മൊത്തം മരമാണ്. ഇങ്ങനെ ആലില്ലേ, ആല് ഫുള്ള് ആലാണ്. ഇവിടെ ഭയങ്കര തണുപ്പും നല്ല എന്താ പറയുക തണുത്തൊരു സ്ഥലം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൊത്തം ആലാണ്. അപ്പോൾ ആലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്രം വീട് വെക്കാനും കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കുന്ന പറയണത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിസരമൊക്കെ കാണുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കുളം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വീട് വെക്കാനും കുട്ടികളുണ്ടാവാനും കല്യാണം നടക്കാനൊക്കെയാണ് ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീടുകളുടെ ഷേപ്പും അതുപോലെ തന്നെ ഏലസുകളൊക്കെ ഇവിടെ ആലിൻ്റെ മുന്നിൽ നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഈ ആഗ്രഹങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ കോഴിയോ ആടിനെയൊക്കെ ബലി കൊടുത്ത് അതിവിടെ തന്നെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസം. ഒരുപാട് സിനിമകൾ ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഡിയൻ സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഒരു അമ്പലത്തിൻ്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ സെറ്റിന് വേണ്ടി ഇട്ടതാണ്. പക്ഷേ ഇപ്പോഴും അവരത് പൊളിച്ചു മാറ്റിയിട്ടില്ല. ഒരു ഉച്ചയോടടുത്തപ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തിയത്. നല്ല ചൂടുള്ള സമയമായിരുന്നു. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഈ ആലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് സമയം നമ്മളവിടെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കറുപ്പുസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ പോയത് ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയിലേക്കായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഗ്രാമഭംഗി തരുന്ന ഒരുപാട് നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ മാന്തോപ്പുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒരു ഭയങ്കര പച്ചപ്പും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു സീനായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ചെല്ലപ്പേട്ടൻ്റെ കട. കൊല്ലങ്കോട് വരുന്നവരാരും ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാതെ തിരിച്ചു പോകാറില്ല. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ചായക്കടയാണ്. നമ്മൾ ചായയും പരിപ്പുവടയുമാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ചെല്ലപ്പേട്ടൻ. ചെല്ലപ്പേട്ടൻ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു തരാണ് ഇപ്പോൾ. അങ്ങനെ ചായയും കുടിച്ച് ചെല്ലപ്പേട്ടൻ്റെ അടുത്ത് ബായും പറഞ്ഞ് നമ്മൾ പിന്നെ പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു. പോണ വഴിക്ക് ഒരുപാട് പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇറങ്ങി. പക്ഷെ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് കാറിൽ കയറി.
കാറ് പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കാനുണ്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് നടക്കണം. അതുപോലെ തന്നെ നമ്മൾ പോയത് ഒരു വീക്ക് ഡേ ആയിരുന്നു. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വീക്കെൻഡ് ഇങ്ങനെയൊന്നും അല്ല സ്ഥിതി, നല്ല തിരക്കായിരിക്കും എന്നാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത്. മഴ പെയ്യാത്ത സമയമായിരുന്നിട്ട് കൂടി അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നമ്മൾ കുളിക്കാനൊന്നും നിന്നില്ല, നമ്മൾ ജസ്റ്റ് കൈയും കാലൊക്കെ കഴുകിയിട്ട് കയറി. പിന്നെ ഇത് നെല്ലിയാമ്പതി ആ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. പിന്നെ മഴക്കാലത്താണെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി, കുറച്ചും കൂടി വെള്ളമൊക്കെ കാണും. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പാലക്കാടിൻ്റെ ഫുള്ളായിട്ടുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കുറേ പനകളും പിന്നെ കണ്ണത്താ ദൂരത്ത് പാടങ്ങൾ, പിന്നെ ആ നെല്ലിയാമ്പതി മല, അങ്ങനെ ഒരു ഗ്രാമീണത ഭംഗി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. മനസ്സിനൊക്കെ നല്ലൊരു കുളിർമ തരുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ മഴക്കാലത്ത് വരാണെങ്കിൽ ഇവിടുത്തെ ഭംഗി വേറെ തന്നെയായിരിക്കും.